ഹായ് എവ്രി വൺ, ഐ എം ഫിദ. ഞാൻ MBBS തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ബോർഡ് എക്സാം ഇപ്പൊ എഴുതാൻ പോകുന്നതും ഈ വർഷം തന്നെ നീറ്റ് ഫസ്റ്റ് ചാൻസിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നതും ആയിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. നിങ്ങളോട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യല്ലേ ഈ സമയത്ത്. ഇപ്പൊ നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്തായാലും ബോർഡ് എക്സാംസിന്റെ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ ബോർഡ് എക്സാമിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമുക്ക് വളരെ ആവശ്യം വരും. നിങ്ങൾക്ക് ഇനിയിപ്പോ വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് കോളേജിൽ പോയി ചേരണമെങ്കിലും, ഇപ്പൊ നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് നീറ്റ് വേണ്ട എന്ന് ആലോചിച്ചെന്ന് വെച്ചോ, അപ്പൊ നിങ്ങൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ ബോർഡ്സിന് പഠിച്ചിട്ടില്ലായിരുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട്. വേറെ കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ നീറ്റിന് പഠിക്കാൻ ഇരിക്കാന്ന് വെച്ചോ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട്, അപ്പൊ നിങ്ങളുടെ എക്സാം ഇപ്പം ബോർഡ്സ് നിങ്ങൾ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വളരെ നന്നായി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നീറ്റിന് പ്രിപ്പയർ ചെയ്യാനും പറ്റും. അല്ലാതെ ഇപ്പൊ നിങ്ങളിപ്പം ബോർഡ്സിന് വളരെ മോശമായി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും അടുത്ത വരുന്ന ആ ഒരു മാസം നിങ്ങൾക്ക് നീറ്റിന് ഒരിക്കലും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല മര്യാദയ്ക്ക്. അപ്പം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലും ആ ഒരു സമാധാനവും കിട്ടണം, നിങ്ങൾ എന്തായാലും ഇപ്പൊ ബോർഡ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തേ തീരും. പിന്നെ ബോർഡ്സ് എന്ന് പറഞ്ഞാല് വേറൊരു സബ്ജക്ട്, വേറൊരു കാര്യമൊന്നുമല്ലല്ലോ. നമ്മൾ ഇതിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വരുന്നുണ്ട് ബോർഡ്സിൽ. അപ്പം നിങ്ങൾ ഈ തിയറി നന്നായി പഠിച്ചു വെക്കൂ. നിങ്ങൾക്ക് അത് എന്തായാലും ആവശ്യം വരും. നിങ്ങൾ ഏപ്രിലിൽ നിങ്ങൾ നീറ്റിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും ഈ സാധനങ്ങൾ. അപ്പം ഈ ഒരു ബേസ് നന്നായി ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾ ചിലപ്പം ആ ഒരു സമയം, ഇപ്പോഴത്തെ ഒരു സമയത്തേക്ക് ആയിരിക്കും നിങ്ങൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആവും. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് ബേസ് ഇടേണ്ട കാര്യമില്ല. കാരണം ബേസ് ഇടാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഏറ്റവും വലുതായിട്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം തിയറി ബേസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതെനിക്ക് പറ്റിയ തെറ്റാണ്, ഞാൻ പിന്നെ ആവർത്തിച്ച് പറയുന്നു. പ്ലീസ് പ്ലീസ് പ്ലീസ്, അതായത് ഔട്ട് ഓഫ് NCERT ടോപ്പിക്സോ ഇങ്ങനത്തെ വലിയ വലിയ പ്രോബ്ലംസിന്റെ പുറകെ പോവല്ലേ. കാരണം നീറ്റ് എന്ന് പറയുന്നത് അത്ര ടഫ് എക്സാമും കൂടെ അല്ല. അപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭയങ്കര ബേസ് ലെവലിൽ മാത്രം പഠിച്ചു പോവുക. കാരണം വെറും വെറുതെ നിങ്ങളുടെ സമയം വെറുതെ എന്തിനാ പോക്കുന്നത്, ആ സമയം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പം അതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ക്രിയേറ്റ് എ സ്റ്റഡി സ്കെഡ്യൂൾ. ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കുക. നമ്മൾ എവിടെ പഠിക്കുകയാണെങ്കിലും, ബോർഡ് എക്സാമിനാണെങ്കിലും നീറ്റിനാണെങ്കിലും, ഇനിയിപ്പോ ഞാൻ MBBS ഇപ്പൊ കയറി യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുകയാണെങ്കിലും, എന്തിനും നമുക്കൊരു സ്കെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കണം പഠിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്കെഡ്യൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്കെഡ്യൂൾ തന്നെ പോവുക. ഇതുവരെ നിങ്ങളൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കി പഠിക്കുക. നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ റെസ്റ്റ് ആവശ്യം ഏതൊക്കെയാണ്, നിങ്ങൾക്ക് എപ്പോഴൊക്കെ റെസ്റ്റ് വേണം, അതിനനുസരിച്ചും നിങ്ങൾക്ക് എന്തിലാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഏത് സബ്ജക്റ്റ് ആണുള്ളത്, നിങ്ങൾക്ക് എപ്പോഴൊക്കെ റെസ്റ്റ് എടുക്കേണ്ടത്, നിങ്ങൾക്ക് എത്ര സമയം ഇനി കിടക്കുന്നുണ്ട്, അതിനനുസരിച്ചൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്കെഡ്യൂൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ എങ്ങനെ വേണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫോക്കസ് ഓൺ വീക്ക് ഏരിയാസ്. നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടാവും, അവിടെ ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ചാൽ എനിക്ക് വീക്ക് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മാത്സ് ആയിരുന്നു. മാത്സും ഫിസിക്സും ഞാൻ ഭയങ്കര മോശമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മാത്സിന് നല്ല സമയം കൊടുക്കുമായിരുന്നു. എന്റെ 50% ഓഫ് ദ സമയം ഞാൻ കൊടുത്തിരുന്നത് മാത്സിനും ഫിസിക്സിനും വേണ്ടിയായിരുന്നു. ചില ആൾക്കാർക്ക് കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി ആയിരിക്കും ടഫ്, ചില ആൾക്കാർക്ക് ഫിസിക്സിൽ ഇലക്ട്രോണിക്സ് ആയിരിക്കും ടഫ്, ചില ആൾക്കാർക്ക് ബയോളജിയിൽ ബോട്ടണി ആയിരിക്കും ടഫ്. നിങ്ങളെ വീക്ക് ഏരിയാസ് നിങ്ങൾ മനസ്സിലാക്കണം. ആ വീക്ക് ഏരിയാസ് മനസ്സിലാക്കി നിങ്ങൾ അവിടെ ഫോക്കസ് കൊടുക്കണം. ഏതാണ് നിങ്ങളുടെ വീക്ക് ഏരിയ, അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ ഫോക്കസ് അതിനു വേണ്ടി കൊടുക്കണം. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാല്, പ്രാക്ടീസ് സാമ്പിൾ പേപ്പേഴ്സ്. സാമ്പിൾ പേപ്പേഴ്സ് എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ കുറെ ബുക്സ് അവൈലബിൾ ആണ് ഇപ്പം. കുറെ സാമ്പിൾ പേപ്പേഴ്സ് ഉള്ളതും പ്രീവിയസ് പേപ്പേഴ്സ് ഉള്ളതും. അത് 3 മണിക്കൂർ വെച്ച് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യുക. നിങ്ങളുടെ വീക്ക് ഏരിയ, നിങ്ങൾക്കിപ്പോ വീക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. നിങ്ങൾ ഏറ്റവും മോശം എവിടെയാണെന്നോ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾ എല്ലാം പഠിക്കുന്നതായിരിക്കും, പക്ഷെ ടൈം മാനേജ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും മോശം. അപ്പൊ നിങ്ങൾ സാമ്പിൾ പേപ്പേഴ്സ് മാക്സിമം ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് ഫിസിക്സോ മാത്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾ എന്തായാലും സാമ്പിൾ പേപ്പേഴ്സ് ട്രൈ ചെയ്ത് നോക്കണം. എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ് ഈ +2 എന്നൊക്കെ സാമ്പിൾ പേപ്പേഴ്സ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ വേറെ കാര്യം, റിവൈസ് ആൻഡ് റിവ്യൂ റെഗുലർലി. റിവൈസ് ചെയ്യുക. നിങ്ങൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതൊക്കെ വെറുതെ ആയി പോകും. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളിപ്പോ ഇന്ന് പഠിച്ച സാധനം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ബോർഡ് എക്സാമിന് മാത്രമല്ല, എല്ലാ എക്സാംസിനും റിവൈസ് ചെയ്യണം. നമ്മൾ എന്ത് പഠിച്ചാലും ഒരു 2 ദിവസം കഴിഞ്ഞിട്ടോ ഒരു 1-2 ദിവസം കഴിഞ്ഞ് എന്തായാലും റിവൈസ് ചെയ്യുക. ഒരു സമയം എടുക്കൂല. നിങ്ങൾ കുറെ തറവായിട്ട് പഠിക്കണം എന്നല്ല പറയുന്നത്. ഒന്നും കൂടെ ആ നോട്ടൊന്നും എടുത്ത് നോക്കിയാലെങ്കിലും അത് നിങ്ങൾക്ക് കുറെ ഐഡിയാസ് കിട്ടും. നിങ്ങൾ സ്കെഡ്യൂളിൽ റിവിഷന് വേണ്ടി ഒരു സമയം എന്തായാലും കണ്ടെത്താൻ നോക്കും. നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ബോർഡ് എക്സാമിന്റെ തലേന്നൊക്കെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഉപകാരം എന്താണെന്ന് ശരിക്കും മനസ്സിലാവുക. അല്ലാണ്ട് എക്സാമിന്റെ തലേന്ന് നിങ്ങൾക്ക് പഠിച്ച് തീരൂല. ഇനിയിപ്പോ പഠിച്ചു തീർന്നാൽ തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യാണ്ട് പഠിച്ചതാണെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്നിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടും. പിന്നുള്ളത്, പ്രയോറിറ്റൈസ് ടാസ്ക്. നിങ്ങൾ കുറെ ടാസ്കുകൾ ഉണ്ട് ചെയ്യാനെന്ന് വെച്ചോ. നിങ്ങൾക്ക് പഠിക്കണം, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വേറെ ഒന്നും ചെയ്യുന്നത് ഞാൻ ആക്ച്വലി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബട്ട് ചില ആളുകളുടെ ലൈഫിൽ എന്തൊക്കെയാ വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കുറെ ടാസ്കുകൾ ചെയ്യാണ്ട് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റഡീസിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ബിക്കോസ് ദിസ് ഇസ് എക്സാം ടൈം. നിങ്ങൾക്ക് വേറെ എന്ത് ലൈഫിൽ വന്നാലും
അതൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ പഠിത്തമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഇപ്പൊ എക്സാം നിങ്ങൾക്ക് വേണ്ടി മാറില്ല, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മാറ്റി വെച്ചാൽ നമുക്ക് പിന്നീടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. പക്ഷെ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റി തരാൻ പോകുന്നില്ലല്ലോ ബോർഡ്സ് ഒന്നും. അപ്പൊ നമ്മൾ എക്സാമിന്റെ സമയത്ത് എക്സാമിന് പ്രയോറിറ്റി കൊടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും, ബാക്കി എന്ത് എന്റർടൈൻമെന്റ് ആണെങ്കിലും, ബാക്കി ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കുക, എന്ത് കാര്യങ്ങളാണെങ്കിലും. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്താ വെച്ചാൽ അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലാവും. ചിലപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ മനസ്സിലാക്കിയിട്ട് പോലും ഉണ്ടാവില്ല എന്താണെന്ന്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ ഇൻസ്റ്റഗ്രാം ആണ്. അപ്പം ഇൻസ്റ്റഗ്രാം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കളയൂ പ്ലീസ്. സോഷ്യൽ മീഡിയ നിങ്ങളെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ വേറെ ഒന്നും നിങ്ങൾ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ഈവൻ നിങ്ങളെ ഫ്രണ്ട്സും നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ പോകുന്നില്ല അത്രക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴും നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഇറ്റ് ഫോർ 1 month അറ്റ്ലീസ്റ്റ്. നിങ്ങൾ എക്സാം അല്ലേ ഇപ്പം, നിങ്ങളത് ഡിലീറ്റ് ചെയ്യൂ. കാരണം നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാണ്. ഇപ്പൊ എനിക്ക് എക്സാം ഉണ്ടാകുന്ന സമയത്ത് പോലും യൂണിവേഴ്സിറ്റി സമയത്തൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ബാക്കിയുള്ള ആൾക്കാരുടെ സ്റ്റോറിയും ബാക്കിയുള്ള ആൾക്കാരുടെ പോസ്റ്റും ഒക്കെ കാണുമ്പോൾ വാവ് അവർ നല്ല ലൈഫാ ജീവിച്ചിരിക്കുന്നത്, എനിക്കിതൊന്നും പറ്റണില്ലല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മൾ എക്സാമിന്റെ പുറകെയാണ് പോകേണ്ടത്, അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫിന്റെ പുറകെയല്ല. ഇൻസ്റ്റഗ്രാം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമാണ് തീരുമാനിക്കുന്നത് നമ്മൾ മൈൻഡ് എങ്ങനെ പോകണം, നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടിയെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് ഇറ്റ് ഫോർ 1 month. ആദ്യത്തെ 2 ദിവസം ഒരു വിഡ്രോവൽ സിൻഡ്രോം ഒക്കെ ഉണ്ടാവും, പിന്നെ അത് റെഡി ആയിക്കോളും. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, കുറെ പേര് ചെയ്യുന്ന ഒരു തെറ്റാണിത്, ടേക്ക് ബ്രേക്സ് ഇല്ലാതെ പഠിക്കരുത്. നമ്മുടെ ഒരു കഴിവും പരമാവധി നമുക്ക് കിട്ടുന്ന നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഡിസൈൻഡ് ആയിട്ടുള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ബ്രേക്സ് എടുക്കുക, കുറച്ചൊക്കെ നമുക്ക് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക, കുറച്ചൊക്കെ നമുക്ക് എന്താണ് നിങ്ങൾക്ക് കോമഡി സിനിമകൾ കാണണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോട്ടിവേഷൻ സിനിമകൾ കാണണമെങ്കിലോ മോട്ടിവേഷണൽ ടോക്സ് കാണണമെങ്കിലോ അതിനൊക്കെ നിങ്ങൾ സമയം കൊടുക്കുക. ബ്രേക്ക് ഒന്നും ഇല്ലാതെ പഠിച്ചിട്ട് ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ കുറച്ചൊക്കെ ബ്രേക്ക് എടുത്താൽ നിങ്ങൾക്ക് തലയിൽ കയറും. നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതൊക്കെ സാച്ചുറേറ്റഡ് ആവും. നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ തലയിൽ അത് കയറാൻ പോകുന്നില്ല, അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. അപ്പം ടേക്ക് ബ്രേക്സ്. ഇനിയിപ്പം നീറ്റിന് പഠിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ വളരെ ബ്രീഫ് ആയിട്ട് പറയാം നീറ്റിന് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഫസ്റ്റ് നിങ്ങൾ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ എഴുതുക. മോക്ക് ടെസ്റ്റുകൾ ഏത് സമയത്താണ് നീറ്റ് നമുക്ക് ഓൾറെഡി എക്സാം വെച്ചേക്കുന്നത് ആ ടൈമിനനുസരിച്ച് തന്നെ നിങ്ങൾ എഴുതുക. നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾക്ക് തെറ്റെവിടാം. അതിലൂടെ നിങ്ങൾക്ക് വീക്ക് ഏരിയാസ് മനസ്സിലാവും. അപ്പൊ ആ വീക്ക് ഏരിയാസ് മാത്രം നിങ്ങൾക്ക് പഠിക്കാം. നമുക്ക് ഫുൾ പഠിക്കാനുള്ള ടൈം ഇല്ല ഒരു മാസം. അപ്പം നമുക്ക് വീക്ക് ഏരിയാസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് മൊത്തം പഠിക്കാം, മൊത്തം വേഗം റിവൈസ് ചെയ്ത് പോകണം. നിങ്ങൾ +1 +2 ഏത് നോട്ട്സാണ് പഠിച്ചത് ആ നോട്ട്സിനെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ഫോട്ടോഗ്രാഫിക് മെമ്മറി ആയിരിക്കും. അപ്പൊ ആ ഫോട്ടോഗ്രാഫിക് മെമ്മറി നമുക്ക് കിട്ടണം. നമ്മൾ പഠിച്ച നോട്ട്സ് തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു നോട്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ട്സ് തന്നെ പഠിക്കാം. ബയോളജിന്റെ കാര്യത്തിൽ ഫുൾ വായിക്കണം. പക്ഷെ ബാക്കി ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നിങ്ങൾക്ക് ഫോർമുല ബുക്സ് ഒക്കെ ചിലപ്പോൾ ഇപ്പൊ നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. ആക്ച്വലി ഓരോന്നിന്റെ ഫോർമുലാസും ഓരോന്നിന്റെയും ഫിസിക്സിലൊക്കെ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കേണ്ട രീതികൾ, സമ്മറീസ് അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇനിയിപ്പോ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയുള്ള നോട്ട്സ് ഉണ്ടാകും, നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൂടുതൽ നേരം നോക്കാൻ നിൽക്കുക. കുറെ സമയം തിയറിന്റെ മുകളിൽ ഇരിക്കരുത്. തറോ ആയിട്ട് പഠിക്കാനുള്ള ടൈം നമുക്കില്ല. പക്ഷെ സാമ്പിൾ പേപ്പേഴ്സ് നിങ്ങൾ എന്തായാലും മോക്ക് പേപ്പേഴ്സ് നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും. അപ്പൊ മോക്ക് പേപ്പേഴ്സ് എന്തായാലും ചെയ്യുക. അതാണ് ഏറ്റവും ഡിറ്റർമൈനിങ് ആയിട്ടുള്ള കാര്യം, മോക്ക് പേപ്പേഴ്സ് ചെയ്തൊക്കെ. പിന്നെ ഡോണ്ട് ലീവ് യുവർ മോട്ടിവേഷൻ. +2 ബോർഡ് എക്സാം കഴിയുന്ന മിക്ക ആൾക്കാരും പോകുന്ന കാര്യമാണ്, ഒരു മാസം പഠിക്കാതെ മോട്ടിവേഷൻ ഇല്ലാതെ അങ്ങോട്ട് വെറുതെ എന്തിനോ വേണ്ടിയിട്ട് കുറച്ച് പഠിക്കും. അത് വേണ്ട. ഏതായാലും പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഫുൾ നന്നായി പഠിക്കൂ. അല്ലെങ്കിൽ പഠിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർഷത്തേക്ക് ഡ്രോപ്പ് ചെയ്യൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഏതായാലും പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നന്നായി പഠിക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ഇതിനെപ്പറ്റി നല്ലൊരു വീഡിയോ വേണം ആ സമയത്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എനിക്ക് ക്വയറീസ് ഇടണം. നിങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് കണ്ടാലേ ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ആ ഒരു സമയത്ത് ബോർഡ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ട് തരുന്നതാണ്, നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ. അപ്പം അതുവരേക്കും സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.